ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സദഖ ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സഹാബത്തെ സദഖ ചെയ്യണം, ദാനം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ഒരു സഹാബി എഴുന്നേറ്റു. അലബത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയേ, ദാനം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, മാ ഇൻദി ഇല്ലാ ഇർദി, എന്റെ അഭിമാനമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല നബിയേ, എന്റെ അഭിമാനമാണുള്ളത്. ഫഇന്നി ഉശ്ഹിദുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ സാക്ഷിയാക്കി പറഞ്ഞോട്ടെ, ഇന്നി തസദ്ദഖതു ബിഇർദി അലാ മൻ വലമനി, എന്നെ ആക്രമിച്ച ആളുകൾക്ക്, എന്നെ വിഷമിപ്പിച്ചവര്, എന്നെ വേദനിപ്പിച്ചവര്, അവർക്കെല്ലാം ഞാൻ എന്റെ അഭിമാനം ദാനം ചെയ്തു നബിയേ എന്ന് ഹബീബായ നബിയോട് പറഞ്ഞിട്ട് ആ സദസ്സിൽ തന്നെ ഇരുന്നു. അലബത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു സദസ്സിൽ തന്നെ ഇരുന്നു. ഇനി പൈസ വേണമെന്ന് പറയാം. അപ്പോ ഒന്നുമില്ല നബി, എന്റെ അടുത്ത് എന്താ തരിക, എന്റെ അഭിമാനമുണ്ട്, അത് ഞാൻ തന്നു നബി, അത് ആരെന്നെ കുറ്റം പറഞ്ഞാലും. ഇപ്പൊ പാട്ടപ്പിരിവൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ സദസ്സിലൊക്കെ ഇല്ലേ, അത് വരുമ്പോ ഒരാൾ പറയാ പൈസ ഒന്നുമില്ല, പിന്നെ പുഞ്ചിരി സ്വതക്കല്ലേ കുട്ടി, എന്റെ വക പുഞ്ചിരി തരാ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. അവസ്ഥ ഒന്നുമില്ലാത്തല്ല കൊടുത്താൽ മതിട്ടോ, ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് കൊടുക്കന്നെ. ഉള്ളൊരു അള്ളാഹ്ക്കറിയാൻ ആരത്താ ഉള്ളതില്ലാത്തതെന്നൊക്കെ. പൊന്നാര നബിയെ, ഒന്നും തരാനില്ല നബി, എന്റെ അഭിമാനമേ ഉള്ളു നബിയെ, ഞാനത് ദാനം ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്തു. എന്റെ അഭിമാനം ആരെന്നെ ആക്രമിച്ചാലും, എന്നെ വിഷമമാക്കിയാലും, വേദനിപ്പിച്ചാലും ഞാനത് പുറത്തു കൊടുത്തു നബിയെ. ഇങ്ങനെ കുടുംബക്കാരെ തമ്മിൽ ചിന്തിച്ചാൽ എത്ര കുഴപ്പങ്ങൾ ഒഴിവാവും. ഇങ്ങനൊരു ഭാര്യയും ഭർത്താവും ചിന്തിച്ചാൽ എത്ര തൊലാക്കുകൾ ഒഴിവാവും, എത്രയെത്ര വിഷമങ്ങൾ ഒഴിവായി കിട്ടും. ചില്ലറ ഭാഗ്യാണ്. എന്ത് രസമായിരിക്കും ജീവിതം, ആരോടും വെറുപ്പില്ലാത്തൊരു ജീവിതം. അല്ലാഹു നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഐന അലബത്ത് ബിൻ സയ്യിദ്, എവിടെയാണ് അലബത്ത് ബിൻ സയ്യിദ് ഉള്ളത്, എവിടെയാണ് എന്റെ അഭിമാനം സ്വതക്ക തന്നു എന്ന് പറഞ്ഞ ആ മഹാൻ എവിടെ? ഐന അലബത്ത് ബിൻ സയ്യിദ്, അലബത്ത് ബിൻ സയ്യിദ് എന്നവിടെ 3 പ്രാവശ്യം ചോദിച്ചു. നബിയെ, ഞാനിതാ വന്നു. അൻസൽ മുതസദ്ദിഖു ബിഅർദിക, നിങ്ങളാണോ നിങ്ങളുടെ അഭിമാനം സ്വതക്ക? വെറുതെ പൊന്തിക്കണ്ട, അതിൽ പൊക്കാത്ത കുറെ ആൾക്കാരുണ്ട്, എന്നാലും വിട്ടുകൊടുക്കൂല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും വിട്ടുകൊടുക്കൂലെന്ന് തന്നെ. അവരിന്നോട് അങ്ങനെ കാണിച്ചില്ലേ, അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയ ഞാനും കൊടുക്കും അങ്ങോട്ട്. അത് വേണ്ട. ഈ സദസ്സെന്ന് എഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും ഈ ഇന്നത്തെ ഉറക്കത്തിൽ നമ്മൾ മരിച്ചാലേ, ഇല്ലാ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, നാളെ സമ്പത്തോ മക്കളോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാനെ കണ്ടുമുട്ടിയവരല്ലാതെ നാളെ രക്ഷപ്പെടൂല. ആ ശുദ്ധമായ ഹൃദയം, അതോടുകൂടെയാണോ നമ്മൾ കടന്നിറങ്ങിയത്? അതൊരു വിഷയമാണ്. നമുക്ക് വലിയ പണിയൊന്നുമില്ല, ആരോടും പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല, അവനവൻ തീരുമാനിച്ചാൽ മതി. എന്നെ വിഷമുണ്ടാക്കിയവര്, ബിസിനസ്സിൽ പറ്റിച്ചവര്, അല്ലേ, നാണം കെടുത്തിയവര്, അപമാനിച്ചവര്, എന്റെ കുട്ടിന്റെ കല്യാണത്തിന് മുടക്കുണ്ടാക്കിയവര്, എന്നൊക്കെ നാട്ടിൽ എന്തെല്ലാം കഥ ഉണ്ടാവുന്ന, എന്തൊക്കെ രസം ഉണ്ടാവും ഓരോ നാട്ടിലും. ഓരോരുത്തർ ചെയ്യുന്ന ഫിത്നകളുടെ രസം കേട്ട സുബ്ഹാനല്ലാഹ്. അതൊക്കെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുത്തു. ഇതിലും രസമുള്ളൊരു പരിപാടി വേറെല്ല, മാപ്പ് ചെയ്തു കൊടുക്കുക. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ആയിഷ ബീവി, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായി ഒരുമിച്ച് ജീവിച്ചവരാണ്. നമുക്കിടയിൽ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളോ വെറുപ്പുകളോ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം. എന്നായി പറയുന്നതറിയോ? ഹബീബ് വഫാത്തായിട്ട് 10-30 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായേക്കാം. ഒന്ന് മാപ്പ് തരണേ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഗഫറല്ലാഹു ലകി കുല്ലഹു വഹല്ല ലകി മിൻ ദാലിക. ഉമ്മു ഹബീബ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാനെല്ലാം നിങ്ങൾക്ക് മാപ്പ് തന്നു.
ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സർറത്നി സറർതനി സറർതിനി സറക്കില്ലാഹ്. ആയിഷ ബീവി, നിങ്ങൾ എനിക്ക് വല്ലാത്ത സന്തോഷം തന്നു, അള്ളാഹു നിങ്ങൾക്കും സന്തോഷം തരട്ടെ. മരിക്കാൻ കിടക്കുമ്പോൾ പറയാൻ അല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നെ വിളിച്ചതിന് ശേഷം ഉമ്മു ഹബീബ ബീവി ഉമ്മു സലമ ബീവി വിളിച്ചിട്ടുണ്ട് ഇതുപോലെ പറയാൻ. ഉമ്മു സലമ ബീവി, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരായി ജീവിച്ചവരാണ്. നമ്മൾ തമ്മിൽ വല്ല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തു തരണം കേട്ടോ. ഈ പെണ്ണുങ്ങൾക്ക് മാപ്പ് വയ്ക്കാന്ന് പറഞ്ഞ വലിയ മടില്ല സംഭവമാണ് കേട്ടത്. ആണുങ്ങൾക്ക് മോശമൊന്നുമായിട്ടല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ കശപിശ ആണുങ്ങൾ ഈ ദുന്യാവിന്റെ ശോലക്കളിലോണ്ട് ജോലിയും ബിസിനസ്സുകളിലോണ്ട് അതിനൊന്നും വല്ല സമയം ഉണ്ടാവില്ല. പക്ഷെ പെണ്ണുങ്ങൾ പഴയ കഥ മറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതെങ്ങനെ മറക്കാൻ പറ്റുമോ? അന്ന് കല്യാണത്തിൽ നിന്ന് എന്നോട് പറഞ്ഞത്, കല്യാണമൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞ് എത്ര കാലായി, ഇനിയിപ്പോ അത് കൊണ്ടു നടക്കണോ, വിട്ടുകൊടുത്തൂടെ, അങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ പഴയ കഥ ഓർത്തിട്ടിങ്ങ് നടക്കതിന് പകരം കിട്ടാൻ വേണ്ടിയിട്ട് പൊന്നാരുമ്മ, നമ്മൾ ഇന്ന് രാത്രിക്ക് രാത്രി മരിച്ചുപോയാൽ ഹൃദയം ശുദ്ധമായി മരിച്ചു എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടുമോ? അപ്പോഴല്ലേ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ ഒരു കൂട്ടുകാരനോ ഒരു കൂട്ടുകാരിയോ അള്ളാഹു നാളെ ശിക്ഷിക്കുന്നതുകൊണ്ട് നമുക്കെന്ത് കാര്യം കിട്ടാൻ? എന്ത് കാര്യം കിട്ടും? അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാപ്പ് ചെയ്തു കൊടുക്കണമേ. അപ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത്. എത്രയോ വൈരാഗ്യമോ എത്രയോ വിദ്വേഷമോ എന്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിന് വേണ്ടി മാപ്പ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, അംറു ബിൻ ആസ് എന്നവരെ, വല്ലാഹി ല അതഫറഗന്ന ലക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ടെന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോ സ്വഹാബിയോടായി പറയണത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ബാക്കിയുള്ള ആരോടെങ്കിലും ധൈര്യമില്ലാത്തവരുണ്ടാവോ? സ്വഹാബിയോട് പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിവായി വരുന്നുണ്ട്, എന്റെ മുഴുസമയവും നിങ്ങളുടെ പിന്നാലെ കൂടി നിങ്ങൾ അപമാനിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനവറുകൾ ഹിക്മത്തിന്റെ ഒരു മറുപടി കൊടുത്തു. ഇദൻ തഖഉ ഫിശ്ശുഗ്ലി, അത് നിനക്കൊരു ശുഗ്ലായിരിക്കും, അത് നിനക്കൊരു പണിയായിട്ട് തന്നെ വരും. അങ്ങനെയാ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടിയാലേ, ഒരു മനുഷ്യൻ എന്തെങ്കിലും അപമാനിക്കണം എന്ന് കുടുംബത്തിലോ നാട്ടിലോ വീട്ടിലോ ആരായിക്കോട്ടെ, അതൊരു പണിയല്ലേ. ഇയാൾ ഇതിന്റെ പിന്നാലെ ക്യാമറ നടക്കണ്ട, എന്തെങ്കിലും ഒന്ന് കിട്ടോ, എന്തെങ്കിലും ഒന്ന് ഫിത്തനാക്കാൻ കഴിയോ, അതൊരു ടെൻഷനാണ്. എത്ര ആളുകളുണ്ട് അങ്ങനെ മനുഷ്യന്മാരെ അപമാനിക്കാൻ വേണ്ടി, ആളുകളെ നാണം കെടുത്താൻ വേണ്ടി സമയം മുഴുവനും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവർക്കത് ശുഗ്ലാണ്. ഇദൻ തഖഉ ഫിശ്ശുഗ്ൽ, എത്രയോ നന്മ ചെയ്യാൻ സമയം കിട്ടുന്ന നേരത്തൊക്കെ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടുമ്പോൾ അത് നിങ്ങൾക്കൊരു ശുഗ്ലായിരിക്കും, നിങ്ങൾക്കതൊരു ശുഗ്ലായിരിക്കും, നിന്റെ മുഴു സമയവും അതിൽ നീ നഷ്ടപ്പെടുത്തുകയാണ് എന്നർത്ഥത്തിൽ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുഅ്മിനെ, മാപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല വിനയം വേണം, താഴ്മ വേണം. അപ്പോഴേ മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വലിയ ആളാ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട് എന്നാ, അത് അണുമണി തൂക്കം ഘടകിന്റെ അത്ര ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം കിട്ടൂല എന്നാ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.